പ്രസിദ്ധമായിട്ടുള്ള സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ദുർമാർഗിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ന്യൂസ് കൊണ്ടുവരാണെങ്കിൽ ആ ന്യൂസ് പ്രത്യേകമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ആ ന്യൂസ് പരിശോധിക്കണം എന്ന് അല്ലാഹു താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടൊരു പണ്ഡിതൻ പങ്കുവച്ച നിരീക്ഷണം, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, നബഇൻ എന്നുള്ള പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്, ഖബർ എന്നുള്ള പദമല്ല. ശ്രദ്ധേയമാണ്. കാരണം നബ എന്നുള്ളത് ഒരല്പം വെയിറ്റുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടും അത് അവഗണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാവുന്ന അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു അധ്യായത്തിൻ്റെ പേര് 78-ാമത്തെ അധ്യായം സൂറത്തുൻ നബ ആണ്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം, അള്ളാഹു അവിടെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുള്ളൂ. അതേസമയം മറുവശത്തെ ഖബർ എന്നുള്ളത് അതെല്ലാ ന്യൂസുകൾക്ക് ജനറലായിട്ട് അതിൽ ഫേക്കും മറ്റുമെല്ലാം അടങ്ങുന്ന അത്തരത്തിലുള്ള ന്യൂസുകൾ, ഇപ്പോൾ നമ്മൾ കലാം ഫാദി എന്നെല്ലാം പറയാറുണ്ട്, യാതൊരു വെയിറ്റും ഇല്ലാത്ത അത്തരത്തിലുള്ള ന്യൂസുകൾ, അത് തുടക്കത്തിൽ തന്നെ അത് കേൾക്കാനോ അതിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. അതേസമയം ഒരല്പം സീരിയസ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ വെരിഫൈ ചെയ്യുക എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മളെ എവരെയും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.